എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യസ്നേഹികൾക്കും രാജ്യത്തോട് കൂടുതലുള്ളവർക്കും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും സംഭവിച്ചത് ഉത്തർപ്രദേശിലെ സംബൽ എന്ന ഒരു പ്രദേശത്താണ്. സംബൽ നമുക്കറിയാം, കുറച്ച് ദിവസം മുന്നേ അവിടെ ഒരു കലാപം ഉണ്ടായിരുന്നു. കലാപം ഉണ്ടായതിൻ്റെ ഡീറ്റെയിൽസ് കേരള മാധ്യമങ്ങൾ ശരിക്കും മുക്കിയിരുന്നു, എന്താണ് കലാപത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ന്. അതായത് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർവേ നടത്താൻ വേണ്ടി അവിടുത്തെ സംബൽ കീഴ്ക്കോടതി ഉത്തരവിടുന്നു. അതനുസരിച്ച് അവിടുത്തെ സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാർ ശരിക്കും അവിടെ സർവേ നടത്തുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് സർവേ നടത്തുന്നു. അതിനുശേഷം അവിടെ ഒരു കലാപം ഉണ്ടാകുന്നു. കലാപത്തിൽ ശരിക്കും പങ്കെടുത്തത് പുറത്തുനിന്നുള്ള ഒരു ആൾക്കാരെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഈ സംബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90-95% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് ഈ സംബൽ. അപ്പോൾ ഇവർ പരസ്പരം പോരടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചു. അവിടെ 9 പേർ കൊല്ലപ്പെടുന്നു. ശരിക്കും പുറത്തുനിന്നുള്ള ഒരാൾ ഇൻവോൾവ് ചെയ്തിട്ടോ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിലടിച്ചിട്ടാണ് ഈ 9 പേർ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഈ സംബൽ സന്ദർശിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതായത് ആ വിഷയം കത്തിക്കാനും അത് ദേശീയ തലത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും യോഗിക്കെതിരെ അത് തിരിച്ചുവിടാനും നരേന്ദ്രമോദി സർക്കാരിനെ തിരിച്ചുവിടാനും നരേന്ദ്രമോദി സർക്കാരും യോഗി ആദിത്യനാഥും മുസ്ലിം ധ്വംസനം നടത്തുന്നു, മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമം യോഗി ആദിത്യനാഥ് അത് മുളയിലെ നുള്ളി ശരിക്കും ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ സംബലിലേക്ക് കടത്തിവിട്ടില്ല. അവർ ഉത്തർപ്രദേശിലേക്ക് തന്നെ കടത്തിവിട്ടില്ല. അവർ ബോർഡറിൽ വെച്ച് തടഞ്ഞു. പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അത് അധികം കളിക്കാൻ നിൽക്കില്ല. അപ്പുറത്ത് യോഗിയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഡയലോഗില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാഹുലും പ്രിയങ്കയും അധികം വിളച്ചെടുക്കാൻ നിന്നില്ല. അവർ പിന്മാറിപ്പോയി. അതവിടെ നിൽക്കട്ടെ. ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാപത്തിന് ശേഷം സംബലിലെ കലാപത്തിന് ശേഷം യോഗി ആദിത്യനാഥ് തീരുമാനിച്ചു. അതായത് അവിടെ അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുക, അനധികൃതമായി നിർമ്മിച്ച ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു കളയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പൊളിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഉന്നതതല യോഗം വിളിച്ചു, ഒരു ഉദ്യോഗസ്ഥരെ. ആ ഉദ്യോഗസ്ഥരിൽ ഉന്നതതല യോഗത്തിൽ പോലീസുകാരുണ്ടായിരുന്നു, റവന്യൂ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ ആ ഉന്നതതല യോഗത്തിൽ യോഗി ആദിത്യനാഥ് തീരുമാനിച്ചു, അതായത് എൻ്റെ ടേബിളിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും, അവിടുത്തെ റവന്യൂ രേഖകളെല്ലാം എനിക്ക് വേണം, എൻ്റെ ടേബിളിൽ വേണം. അപ്പോൾ അത് പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവിടെ അനധികൃതമായി നിർമ്മിച്ച എല്ലാ സാധനവും പൊളിക്കാൻ യോഗി ആദിത്യനാഥ് തീരുമാനിച്ചു. അപ്പോൾ ശരിക്കും ഒരു നിയമമുണ്ട്. ശരിക്കും ഈ അനധികൃതമായ നിർമ്മാണം പൊളിച്ച് കളയുന്നതിന് മുമ്പിട്ടേ ശരിക്കും അവർക്ക് നോട്ടീസ് കൊടുക്കണം. 45 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. സുപ്രീം കോടതി ഓർഡർ ഉണ്ട് കേട്ടോ. അതായത് അനധികൃതമായ നിർമ്മാണം പൊളിച്ച് കളയണമെങ്കിൽ 45 ദിവസം മുന്നേ നോട്ടീസ് കൊടുക്കണം. പക്ഷേ യോഗിക്ക് ഇതൊന്നും ബാധകമല്ല. യോഗിക്ക് എന്താ പറയുക, ഇതൊക്കെ പുല്ലാണ്. പുള്ളി ഈ സംബലിലെ അനധികൃതമായ നിർമ്മാണം പൊളിച്ച് കളയാൻ തീരുമാനിച്ചു. ഈ വിവരം ജനങ്ങൾ അറിയുന്നു. അവിടുത്തെ സംബലിലെ മുസ്ലിങ്ങൾ അറിയുകയും ഈ യോഗി ആദിത്യനാഥിൻ്റെ ടീം, അതായത് ബുൾഡോസർ അവിടെ വരുന്നതിന് മുന്നേ തന്നെ അവർ സ്വയം വീടുകളൊക്കെ പൊളിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അവർ സ്വമേധയാണ് ശരിക്കും അവർക്ക് എന്താ കോടതിയിൽ പോയിക്കൂടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കൂടെ. അപ്പോൾ കോടതി പോവാതെ അവിടെ തന്നെയാണ് ഈ സംബലിൽ അവിടെ എം ഉണ്ട്, സിയാവുർ റഹ്മാൻ, SP യുടെ MP ആണ്. അദ്ദേഹത്തിനെ കണ്ടിട്ട് എന്താ പറയുക, കോടതിയിൽ പോയി കഴിഞ്ഞാൽ, കീഴ്ക്കോടതിയോ മേൽക്കോടതിയോ ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാലും സ്റ്റേ കിട്ടില്ലേ. എന്തുകൊണ്ട് അവർ പോയില്ല? അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ വരുന്നതിന് മുന്നേ തന്നെ ഇവർ സ്വമേധയാ സ്വന്തം വീടുകൾ പൊളിച്ച് നീക്കാൻ തുടങ്ങി. അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ശരിക്കും അവർക്കറിയാം യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. അതുമാത്രമല്ല അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും അവിടുന്ന് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് റവന്യൂ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് അവിടത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പണിപാളും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1978 അവിടെ ഒരു കലാപം ഉണ്ടായിരുന്നു. ഈ സംബലിൽ ഒരു കലാപം ഉണ്ടായിരുന്നു. ഈ കലാപത്തിൽ 170ഓളം ഹിന്ദുക്കളെ അവർ കൂട്ടക്കൊല ചെയ്തു, ഈ സംബലിലെ മുസ്ലിങ്ങൾ. അപ്പോൾ അതിനുശേഷം അവിടെയുള്ള ബാക്കിയുള്ള ഹിന്ദുക്കൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും അവരുടെ പ്രോപ്പർട്ടിയും അവരുടെ എല്ലാ സംഭവങ്ങളും ഈ ഇവിടുത്തെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ പക്കലേക്കാക്കി. അപ്പോൾ ശരിക്കും യോഗി ആദിത്യനാഥ് റവന്യൂ ഡീറ്റെയിൽസ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതാണ് ഇവരെ പേടിപ്പെടുത്തിയത്. അതായത് ഉള്ള സ്ഥലം കൂടി, അതായത് യോഗി പറയുന്നതിന് മുമ്പ് അനധികൃതമായി നിർമ്മിച്ച എല്ലാ സാധനങ്ങളും പൊളിച്ച് ഇവർ സ്വമേധയാ കളയാൻ തുടങ്ങി. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് ഡീറ്റെയിൽസ് ആയിട്ട് ബുൾഡോസറായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മൊത്തം പ്രോപ്പർട്ടി പോകും. അപ്പോൾ സംരക്ഷിക്കാൻ പറ്റുന്ന, അവരുടെ കയ്യിലുള്ള മാക്സിമം സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭൂമികളൊക്കെ അവർക്ക് സംരക്ഷിക്കാൻ യോഗി വരുന്നതിന് മുമ്പേ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ശരിക്കും 1978 സംബൽ കലാപത്തിൽ പിടിച്ചെടുത്ത ഭൂമികളായിരുന്നു. അവിടെ മിക്ക ഭൂമികളുണ്ടായിരുന്നു. അതൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. യോഗി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർ നേരത്തെ ചെയ്തത്. കൂടാതെ അത് മാത്രമല്ല,
അവിടെ ഈ റവന്യൂ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോൾ, അതായത് ഉന്നതതല യോഗത്തിലെ ഒരു ചർച്ചകൾക്ക് ശേഷം യോഗി ആദിത്യനാഥിന് ഒരു കാര്യം മനസ്സിലായി. അവിടെ അനധികൃതമായ ഒരുപാട് വൈദ്യുതി യൂസേജ് ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ബില്ലുകളൊന്നും വരുന്നില്ല. അപ്പോൾ അതന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ മുസ്ലിം പള്ളിയും കുറേ മുസ്ലിം ആൾക്കാരുടെ വീടുകളും കേന്ദ്രീകരിച്ച് വൈദ്യുതി മോഷണം നടക്കുന്നുള്ള വിവരം കിട്ടുന്നത്. ശരിക്കും ഇവിടെയൊക്കെ പോകുമ്പോൾ വൈദ്യുതി കണക്ഷൻ ഇല്ല, പക്ഷേ എല്ലാ വീട്ടിലും വൈദ്യുതിയുണ്ട്. അപ്പോൾ അവിടെ അവർ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർ റോഡ് കയ്യേറി ഇലക്ട്രിക് പോസ്റ്റിന് വെളിയിൽ മതിൽ കെട്ടി ഇലക്ട്രിക് പോസ്റ്റ് ഇവരെ ഇതിനകത്താക്കും, ഇവരെ പറമ്പിലേക്ക് ആക്കി മാറ്റിയിട്ട് അങ്ങനെയാണ് ഇവർ വൈദ്യുതി മോഷണം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുക, ഇത് അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു വലിയ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ വീട്, നമ്മൾ സാമാന്യം വലിയൊരു വീട്, ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ വീട് പൊളിച്ച് ഈ റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാവരും ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരൊക്കെ പൊളിച്ചകത്ത് ചെന്നപ്പോൾ അതിനകത്തൊരു ക്ഷേത്രം. അതായത് ഈ 40 വർഷം മുന്നേ നടന്ന കലാപത്തിൽ ഹിന്ദുക്കളൊക്കെ ഓടിപ്പോകുമ്പോൾ അവർ ഉപേക്ഷിച്ച് പോയ സ്ഥലം അവിടെ ഉണ്ടായിരുന്നൊരു ക്ഷേത്രമായിരുന്നു. അത് ഭസ്മശങ്കർ ഹനുമാൻ ക്ഷേത്രമായിരുന്നു അവിടുത്തെ. അപ്പോൾ ആ അമ്പലം കവർ ചെയ്ത് അമ്പലം വിഴുങ്ങി അതിന് ചുറ്റും വീട് പണിതവർ ആരും കാണാതിരിക്കാൻ വേണ്ടി. അപ്പോൾ 40 വർഷത്തിന് ശേഷം യോഗി ആദിത്യനാഥ് ശരിക്കും അത് വീണ്ടെടുത്തു. അവിടെ ഇപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് പോലീസുകാരും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ വന്ന് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പൂജാരികളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഒന്ന് നോക്കിയേ, നട്ടലിലൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഇവിടെ എന്തും സാധ്യമാവുന്നില്ലേ? അതാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഒന്ന് നോക്കി, ഇവിടെ 1921 മുസ്ലിം കലാപം മാപ്പിള നടന്നു. ഇവിടെ ഏതൊക്കെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, ഏതൊക്കെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു, അവിടെ സ്ഥലങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകൾ പിടിച്ചെടുത്തു. അതൊക്കെ വീണ്ടെടുക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പറ്റുമോ? പിണറായി വിജയന് പറ്റുമോ? പറ്റില്ല. നട്ടല്ലി ഇസ്ലാമിസ്റ്റുകൾക്ക് പണയം വെച്ച ഒരു മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യോഗി ആദിത്യനാഥിന് പറ്റും. അദ്ദേഹത്തിൻ്റെ നട്ടല് ഒരു ഇസ്ലാമിസ്റ്റുകൾക്ക് മുന്നും വളഞ്ഞിട്ടില്ല, ഒരാൾക്കും പണയം വെച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ബാക്കിയുള്ളവർക്കും പറ്റും. അപ്പോൾ അതാണ് പറയുന്നത്. അതിനുശേഷം അതായത് പേടിച്ചോടിയിരിക്കുകയാണ്. അതായത് യോഗി ആദിത്യനാഥ് തീരുമാനം എടുത്തതേ ഉള്ളൂ. അതായത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയില്ല. അതിനു മുന്നേ ആൾക്കാർ പൊളിക്കാൻ തുടങ്ങി. അതായത് ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊളിക്കണോ അതോ നിങ്ങൾ പൊളിക്കണോ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ. അപ്പോൾ ഉത്തർപ്രദേശിൽ ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അനധികൃതമായി നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളും അവിടെ പൊളിക്കും. ഇപ്പോൾ പൊളിക്കുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ മൊത്തം ഇങ്ങനെ ഒരു ഡ്രൈവ് നടക്കാൻ പോണ്. അതായത് ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ് എല്ലാം കളയാൻ വേണ്ടി ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട് ഈ ജനുവരി മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സത്യങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഈ മുസ്ലിങ്ങൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലാണ് ഇവർ കൂടുതൽ ഈ നടത്തുന്നത്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അവരാണ് കൂടുതൽ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കയ്യേറുക, ഹൈന്ദവ ഭൂമി കയ്യേറുക, അങ്ങനെ പലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. ഒന്ന് എഴുതി വെച്ചോ, അതെല്ലാം ഇടിച്ചു നിരത്തും. ഇപ്പോഴത്തെ സമ്പൽ MP സിയാവുർ റഹ്മാൻ്റെ വീട് ഇടിച്ച് നിരത്താൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് വീട് ഇടിച്ച് നിരത്തുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഉത്തർപ്രദേശ് നട്ടലിലൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഇന്ത്യ നല്ല ക്ലീനും വെടിപ്പുമായി പോകും, അത് ഉറപ്പാണ്. ഇവിടുത്തെ പിണറായി വിജയൻ ഇവിടുത്തെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് നട്ടലിൽ പണയം വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഹൈന്ദവർക്കെതിരെ എങ്ങനെയൊക്കെ നീചമായ രീതിയിൽ പെരുമാറാൻ പറ്റുമോ അത്തരത്തിൽ അതിൻ്റെ എക്സ്ട്രീമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ അങ്ങനത്തെ യോഗി പോലത്തെ ഒരു മുഖ്യമന്ത്രി ഒരാഴ്ച ഇവിടെ മതി, ഇവിടുത്തെ സകലമാന പ്രശ്നങ്ങൾ യോഗി തീർത്തിരും. എന്തായാലും ഉത്തർപ്രദേശിൽ നിന്ന് നല്ല വാർത്തകളാണ്. ഇനി ജനുവരി മാസത്തിൽ ഒരുപാട് നല്ല വാർത്തകൾ പുറത്തു വരാനുണ്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.